ഹായ് എല്ലാവർക്കും ടോണി ചേട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി മുയൽ റോസ്റ്റുമായിട്ടാണ്. വേറൊന്നുമല്ല, മുയൽ പെപ്പർ റോസ്റ്റ്. അല്ല, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അടിപൊളി ഐറ്റം എടുത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കട്ടെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 മുയലിനെയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്താണ് മേടിച്ചത്. ഇനി നമ്മൾ പീസാക്കുന്നത് നമ്മളാണ്. അപ്പം നമ്മൾ പീസാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിന് മുമ്പ് മുയലിറച്ചിയുടെ കുറച്ച് ഗുണങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു വൈറ്റ് മീറ്റ് ആണെന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ഒരുപാട് പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. പിന്നെ ഒമേഗ കണ്ടന്റ് ധാരാളമായിട്ടുള്ളത് കൊണ്ട് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കും ഗർഭിണികൾക്കും വരെ നമുക്കിത് കഴിക്കാൻ കൊടുക്കാവുന്നതാണ്. യാതൊരു കുഴപ്പവുമില്ല. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. മാത്രമല്ല ലോ കൊളസ്ട്രോൾ മീറ്റ് ആയതുകൊണ്ട് ഹാർട്ട് സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് പോലും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒന്നാണിത്. മറ്റു മീറ്റുകളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ റാബിറ്റ് മീറ്റ് വളരെ പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നാണ്. വൈറ്റമിൻസിന്റെ ഒരു കലവറ തന്നെ ആയതുകൊണ്ട് അനീമിയയ്ക്ക് വളരെ ഉത്തമമായ ഒരു മരുന്നും കൂടിയാണ്. മാത്രമല്ല പ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യുന്നു. ഇനിയും ഒരുപാട് ഗുണങ്ങളുള്ള ഈ മുയലിറച്ചി നമ്മൾ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്തതെന്ന് കാണണ്ടേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകണം. അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൻ്റെ അകത്തോട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ചു നേരം മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം വേറെ വെള്ളത്തിൽ നന്നായി കഴുകിയതിനു ശേഷം ഊറ്റുകൊട്ടയിലോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു 1/4 കിലോ ഉള്ളി തൊലി കളഞ്ഞ് വെക്കാം. അതുകൂടാതെ ഒരു 3 സവോള നീളത്തിൽ അരിഞ്ഞു വെക്കാം. പിന്നെ ഒരു 2 തക്കാളിയും കൂടെ നമുക്ക് എടുത്ത് വെക്കാവേ. അപ്പൊ നമ്മൾ പരിപാടി തുടങ്ങാൻ പോവാണ്. ഇത് അപ്പൊ ഉരുളി എടുത്ത് അടുപ്പിലോട്ട് വെച്ചു. ഇനി എണ്ണ ഒഴിക്കാൻ പോവാണ്. അടുപ്പ് കത്തിച്ചിട്ട് ഉരുളി നല്ലതായിട്ട് ചൂടായി കിടക്കുവാണ്. ഇത് എണ്ണ ഒഴിച്ച് നല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ കോരി ഒഴിച്ചിരിക്കുന്നത്. ഇനി ആ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ കുറച്ച് പെരുംജീരകവും പട്ടയും കുരുമുളകും ഏലക്കായും ഒക്കെ അങ്ങോട്ട് ഇടുകയാണ്. നമ്മുടെ ഗരം മസാല കൂട്ടോ എല്ലാം കൂടെ ഇടുവാണ്. പെരുംജീരകം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം കൂടെ ഇട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പരപരാന്ന് പറഞ്ഞ് അങ്ങോട്ട് പൊരിഞ്ഞു വരുവാണ്. ഇതങ്ങോട്ട് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ലൊരു മണം അങ്ങോട്ട് അടിക്കും കേട്ടോ. അപ്പോഴേക്കും തോന്നി ഇനി വേറെ മസാല ഒന്നും വേണ്ടത്. പക്ഷേ അല്ല, വേറെ മസാല ഉണ്ട്. അടിപൊളി ഒരു മസാലക്കൂട്ടം കൂടെ നമ്മൾ ഇനി ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കണം, നല്ലപോലെ നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ മസാല ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന എല്ലാം റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടു. എൻ്റെ പൊന്നും മോനെ, ആ കറിവേപ്പില കൂടെ വീട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മണമായിരുന്നു അറിയോ. മസാലയുടെയും കറിവേപ്പിലയുടെയും കൂടെ എല്ലാം മണം അടിച്ചിട്ടുണ്ടല്ലോ. അല്ല, കേടുക്കാച്ചി മണമായിരുന്നു കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ സവാളയും ഉള്ളി അങ്ങോട്ട് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ഉള്ളി അങ്ങോട്ട് എടുത്ത് ഇടുവാണ്. ഉള്ളി അങ്ങോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് നേരം മൂടി അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് അങ്ങനെ ആവി കൊള്ളിക്കാം. പിന്നൊരു കാര്യം പ്രത്യേകം പറഞ്ഞാൽ മുയൽ റോസ്റ്റിൻ്റെ അത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് ഉള്ളി തന്നെയാണ് കേട്ടോ. ഈ ഉള്ളി അങ്ങോട്ട് വീണ് കഴിയുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ അത് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഉള്ളി ഇടുന്ന കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. ഉള്ളി ഇട്ട് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവോളയും കൂടെ തട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് സവോള ഇടാം. അപ്പോൾ അടിപൊളിയായിട്ട് ഉള്ളി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സവോള ഇടാൻ പോവുകയാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സവോള ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുവാണ് കണ്ടോ. അപ്പോൾ ഉള്ളി നമ്മൾ മുഴുവനായിട്ട് അങ്ങ് ഇട്ടതാണ് കേട്ടോ, അരിഞ്ഞൊന്നും ഇല്ല. അപ്പോൾ ഉള്ളി ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ സവാള അങ്ങോട്ട് പടപടയെ നിങ്ങളുടെ വാരി ഇട്ട് കൊടുക്കുവാണേ. സവോള എല്ലാം കൂടെ തട്ടിക്കഴിഞ്ഞ് സവോള എല്ലാം വാടി വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മൾ മേടിച്ച മുയലിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയേക്കണം കേട്ടോ. ആരും നോക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ മേടിക്കുമ്പോൾ നമ്മൾ ആ ഡ്രസ്സ് ചെയ്ത് മേടിക്കുന്ന ഷോപ്പിൽ തന്നെ ഒന്ന് ചോദിച്ചേക്കണം, ഇവനെന്ത് പ്രായം വരും, 1 വയസ്സിന് കൂടുതൽ മൂപ്പുണ്ടോ? 1 വയസ്സിൽ കൂടുതൽ മൂപ്പുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. പ്രത്യേകം ഒരു ഇച്ചിരി മസാലക്കൂട്ടെല്ലാം കൂടെ ചേർത്തിട്ട് കുക്കറിലിട്ടൊരു 4-5 അടി അടിച്ചിട്ട് അവിടെ മാറ്റി വെക്കുക. വിസിൽ തുറക്കണ്ട, തന്നെ ഏറ് വെക്കട്ടോ. അപ്പോഴേക്ക് ഏകദേശം നല്ല പരുവായി കിട്ടും നമുക്ക്. ഇപ്പൊ പറഞ്ഞ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവസാനം കിടന്ന് വെള്ളം കുടിക്കേണ്ടി വരും കേട്ടോ, പറഞ്ഞേക്കാം. അപ്പൊ നമ്മുടെ സവോള എല്ലാം ഏകദേശം വഴണ്ട് വന്നപ്പോഴേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ വാരി തൂക്കി ഇട്ടിട്ടുണ്ട്. ഇനി അവൾ അങ്ങനെ മൊരിഞ്ഞ് വരട്ടെ അങ്ങോട്ട് കേട്ടോ. അതിനായിട്ട് നമ്മളൊരു മൂടി എടുത്ത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ആവി കൊള്ളിക്കുവാണ്. അതിനുശേഷം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ സവോളയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അടിപൊളി. ഇനിയുമാരെ നമുക്ക് അങ്ങോട്ട് ഇളക്കി മറിച്ച് തിരിച്ചൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരെല്ലാം നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടു. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് എടുത്ത് ഇടാൻ പോവാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വന്നിട്ടുണ്ട്. അവനെ കൂടെ നമ്മൾ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് മറിച്ചങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ഇട്ടതിന് ശേഷം ഇനി അങ്ങോട്ട് നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. പിടിച്ചാൽ കിട്ടാത്ത മണമായിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളികൾ നല്ലപോലെ അങ്ങോട്ട് മൊരിഞ്ഞ് അങ്ങോട്ട് വരണം. അതുവരെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. അടിക്കി പിടിക്കാതെ സൂക്ഷിച്ചോണം. ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമില്ല, കൂട്ടിയിട്ടാലും കുഴപ്പമില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം അങ്ങോട്ട് ഇടാൻ പോകുന്നത് ഉപ്പ്. കുറച്ച് ഉപ്പ് അങ്ങോട്ട് വാരി വിതറാം നമുക്ക്. അങ്ങോട്ട് എന്താ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാമല്ലോ. കൂടിപ്പോയാൽ കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നല്ല രീതിയിൽ നോക്കിയിട്ട് കണ്ട് ഉപ്പ് അങ്ങോട്ട് നമുക്ക് വാരി വിതറി അങ്ങോട്ട് ഇടാം. ഉപ്പ് അങ്ങോട്ട് ഇട്ടതിന് ശേഷം ചടുക്കോ പിടുക്കോ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് ഇളക്കി കൊടുത്താലോ. അപ്പോൾ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പ് അങ്ങോട്ട് ഇട്ടതിന് ശേഷം ചടുക്കോ പിടുക്കോ എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് മസാല ഐറ്റംസ് ഒക്കെ ഇടണം. മസാല ഐറ്റംസ് ഒക്കെ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. അറിഞ്ഞുകൊണ്ടെങ്കിൽ നല്ലപോലെ നോക്കി കണ്ടോണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ കാണിച്ചു തരും. കണ്ടു പഠിച്ചോണം, മറന്നു പോകരുത്. ഇനി നമ്മുടെ മസാല ഐറ്റംസ് ഒക്കെ ഇടാൻ പോവാണ്. അതേ മുളക് പൊടി ഇടുക കേട്ടോ. അത് കാശ്മീരി നാടനും കൂടെ പൊടിപ്പിച്ചതാണ്. നല്ല അടിപൊളി എരിവും നല്ല കളറും കിട്ടും. പിന്നെ മഞ്ഞപ്പൊടി
കുറച്ച് മഞ്ഞപ്പൊടി നമ്മുടെ ഇതിൻ്റെ അകത്ത് വിഷാംശമൊക്കെ പൊക്കോട്ടെ. അപ്പോൾ മഞ്ഞപ്പൊടി നമ്മൾ തട്ടി. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. നമ്മൾ പൊടിപ്പിച്ച നല്ല അടിപൊളി മല്ലിപ്പൊടി കഴുകി ഉണക്കി വാരി പൊടിച്ച മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മസാലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗരം മസാല കൂട്ടാണ് ഇത്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ഇടുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ പൊടിപ്പിച്ച ഗരം മസാല കൂട്ടി നമ്മൾ തട്ടുവാണ്. ഇനി ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ ഇട്ടാലേ നമ്മൾ വിചാരിക്കുന്ന ഒരു പരുവം കിട്ടത്തുള്ളൂ. അവിടെ നമ്മൾ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി അങ്ങോട്ട് തട്ടുവാണ്. കുരുമുളക് പൊടി നമ്മൾ തട്ടി. ഇനി ഈ മസാല ഐറ്റംസ് എല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കാം. നല്ല രീതിയിൽ പച്ചമുളകൊക്കെ പോയി നല്ല രീതിയിൽ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കിണ്ടം പറഞ്ഞുകൊണ്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ അങ്ങോട്ട് നമ്മളൊരു ചെറിയ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത്. അത് അടിപൊളിയായിട്ട് നമ്മൾ അടിക്കൊന്നും പിടിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇട്ട മസാലപ്പൊടിയും ഉള്ളി സവാളയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിക്കേണ്ടി വരും. അപ്പോഴേക്കും നമ്മളെല്ലാം സെറ്റാവും. നല്ല ഒരുപോലെ തന്നെ എരിവും എല്ലാം കൂടെ നല്ല കയറി അങ്ങ് പേടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം മൂടി ഒന്ന് വെച്ചിട്ട് നമുക്ക് നോക്കിയാലോ. അപ്പോൾ കുറച്ച് നേരം മൂടി വെക്കാൻ പോവാണ്. മൂടി വെച്ചു. ഇനി നമുക്ക് തുറന്നു ഹായ് ആടിപ്പൊളി നല്ല മണം നല്ല ഗുണം ആടിപ്പൊളി സ്റ്റൈല സാധനമായിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു മെയിനായിട്ട് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് നമ്മുടെ മെയിനായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തക്കാളി കുട്ടന്മാരാണ്. അപ്പോൾ നമ്മുടെ തക്കാളി അങ്ങോട്ട് അരിഞ്ഞ് വെച്ച് 4ആയിട്ട് കീറി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 2 തക്കാളി അത് അങ്ങോട്ട് എടുത്ത് തട്ടുവാണ് കേട്ടോ. ഇനി നമുക്ക് തന്നെ മസാലയൊക്കെ ഇട്ടിട്ട് മൂടി പൊത്തി അങ്ങ് വെക്കാം. അവനെ അങ്ങോട്ട് മൂടി പൊത്തി അങ്ങോട്ട് വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചതിന് ശേഷം അവനൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് തുറന്ന് നോക്കാം. അപ്പോൾ അതുവരെ ഇവനൊന്ന് അവിടെ ഇരുന്ന് വേഗട്ടെ എന്താ. അപ്പോൾ നല്ല രീതിയിൽ മൂടി പൊത്തി വെച്ചിട്ട് നമുക്കൊന്ന് മൂടിയേക്കാം. അപ്പോൾ നമ്മളിത് മൂടിയെല്ലാം വെച്ചു. അത് കഴിഞ്ഞ് നമുക്കിനി തുറന്നു നോക്കാം. ഓപ്പൺ ദ ബോക്സ്. അതാ തുറന്നു നോക്കി കണ്ടോ തക്കാളിയിൽ നിന്നുള്ള വെള്ളമെല്ലാം കൂടെ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഈ തക്കാളിയുടെ പ്രത്യേകത അറിയാം. തക്കാളിയുടെ ശരിക്കുള്ള ഗുണം കിട്ടണമെങ്കിൽ തക്കാളി എണ്ണയിൽ നല്ലപോലെ മൊരിഞ്ഞ് വരണം. അതുകൊണ്ടാണ് നമ്മൾ വെള്ളമൊന്നും തൊടാതെ തന്നെ തക്കാളി നേരത്തെ തന്നെ അങ്ങ് ഇട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ തക്കാളിയും എണ്ണയും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നല്ലൊരു ഇതായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് നേരം മൊരിഞ്ഞ് വരാനുണ്ട്. ഒന്ന് വഴറ്റി എടുക്കാനുണ്ട്. തക്കാളി ഒരു വെന്ത് വാടിത്തളർന്ന് നമ്മുടെ മസാലയായിട്ടൊക്കെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മുടെ മുയലിറച്ചി അങ്ങോട്ട് നമുക്ക് തട്ടാൻ. എന്താ നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടി ഉപ്പിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഇറച്ചി അങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ല മസാലയായിട്ട് അങ്ങോട്ട് ഇളക്കി തിരിച്ച് മറിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം മക്കളെ. അത് കഴിയുമ്പോൾ നമുക്ക് ആ മൂടി ഒന്ന് തുറന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കണ്ടോ. വെള്ളം വന്ന് വരവ് കണ്ടോ. പൈപ്പ് അങ്ങോട്ട് തുറന്നു വിട്ടണക്കല്ലേ വെള്ളം വരുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ നമ്മളിട്ട് വേവിച്ച സാധനം നോക്കി ഇപ്പോൾ ഇത്രയും വെള്ളമായി. അപ്പോൾ ഒന്ന് കാര്യം ഓർത്തോണം, ഒട്ടും വെള്ളം ഒഴിക്കാതായിരിക്കണം നമ്മൾ വേവിക്കാൻ തുടങ്ങുന്നത്. പിന്നൊരു കാര്യം പ്രത്യേകം പറയട്ടെ, നമ്മുടെ ഈ മുയലിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയപ്പോഴേക്കും അധികം പ്രായമൊന്നും ആയിട്ടില്ല. അത് കാരണം നമുക്ക് കുക്കറിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് തന്നെ വേവിക്കുകയാണ്. ആ മസാലയൊക്കെ ആയിട്ട് പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ട അല്ല കിടുക്കാച്ചിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇനിയും നമുക്ക് കുറച്ചുകൂടെ റോസ്റ്റായി വരാണ്ട് നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മിണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. സംഭവം നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് മസാലയുടെ. നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ വഴറ്റി അങ്ങോട്ട് എടുക്കാനുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് വറ്റി വരുന്നത് വരെ വരണ്ട് വരുന്നവരെ നമുക്ക് ഒന്നും കൂടെ വെയിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മറിച്ച് തിരിച്ചുമൊക്കെ ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഏകദേശം നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. പിന്നെ വേറൊരു കാര്യം പറയാം, അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ കുരുമുളക് പൊടി ഒന്നും കൂടെ വാരി വിതറിയ അടിപൊളിയായിരിക്കും എൻ്റെ പൊന്നു ടീമേ. അപ്പോൾ വീണ്ടും നമ്മളിതാ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ പരുവം കണ്ട നമ്മുടെ മുയൽ റോസ്റ്റ് കിടക്കുന്ന കിടപ്പ് കണ്ട സഹിക്കുമോ. ഇപ്പം അങ്ങോട്ട് ഒരു കഷ്ണം ബ്രെഡ് കിട്ടിയാണ്ടല്ലോ മോനെ എന്നെ ടേസ്റ്റ് ആയിരിക്കും. രീതി മൂക്കി അങ്ങോട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ അങ്ങനൊന്നും ചെയ്യത്തില്ല. കുറച്ചുകൂടെ റോസ്റ്റ് ആയിട്ട് നമ്മൾ പിടിക്കത്തുള്ളൂ. നല്ല അടിപൊളി പിടുത്തമായിരിക്കും നമ്മൾ പിടിക്കാൻ പറ്റുന്നത്. നോക്കിക്കോണം കണ്ടോണോ. നല്ല കിടുക്കനാക്കിയിട്ട് നമ്മളിത് കഴിക്കത്തില്ല കണ്ടോ കേട്ടോ. കുറച്ചും കൂടെ അങ്ങോട്ട് നല്ലപോലെ റോസ്റ്റ് ആയിട്ട് പരുവ് എത്തുമ്പോഴേക്കും നമ്മൾ പറയും കേട്ടോ. അപ്പോൾ കണ്ടോണം നമ്മുടെ പരുവ് നല്ല രീതിയിൽ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പെപ്പർ ഡ്രൈ ഫ്രൈ റാബിറ്റ് റോസ്റ്റാണ് മക്കളെ. ഇത് കണ്ട എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. അല്ല കിടുക്കനല്ലേ മോനെ എന്നെ നോക്ക്. കണ്ട് കൊതി വിടാതെ ഉണ്ടാക്കിയൊന്ന് നോക്കിക്കൂടെ. അപ്പോൾ ഉറപ്പായിട്ടും മറക്കാതെ കൊണ്ടുപോയി ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല ഗുണമാണ്, നല്ല മണമാണ്. ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ കൊള്ളാം. നമ്മുടെ സ്വന്തം ചാനലായ ടോണിച്ചേട്ടൻ വ്ളോഗ്സിന് ഒരു ലൈക്കും ഒരു കമൻറ്റും കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോയുമായിട്ട് ടോണിച്ചേട്ടൻ വ്ളോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി.